രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കൂട്ടുകാരന്മാരെ കൂടെ ഒന്ന് ക്യാമ്പ് ചെയ്താലോ ജുറാസിക് പാർക്കിൽ. അത് രാവിലെ അല്ല കേസ് നമ്മൾ പോകുന്നത്, നൈറ്റ് ആണ് നമ്മൾ ജുറാസിക് പാർക്കിൽ പോകാനായിട്ട് പോകുന്നത്. കേസ് ജുറാസിക് പാർക്കിൽ കുറെ മൃഗങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, കാട്ടുപോത്ത് കാട്ടുപന്നി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേസ്. പക്ഷെ മൃഗങ്ങളൊന്നും വരാത്ത സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കേസ് നമ്മുടെ കൂടെ ക്യാമ്പിന് വരുന്നത് ഒരു 3 പേരാണ്. ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും ഉണ്ടാവും കേസ്. അപ്പൊ കേസ് നമ്മുടെ ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് രാത്രി തന്നെ നമുക്ക് ജുറാസിക് പാർക്കിലേക്ക് വിടാം. അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ നമ്മൾ ക്യാമ്പിന്റെ സംഭവങ്ങളൊക്കെ എടുത്തത് നമ്മുടെ സ്കോർപിയോ കാറിലാണ് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ ഏകദേശം നമ്മൾ ജുറാസിക് പാർക്കിന്റെ അവിടെ എടുത്തെത്താറായിട്ട്. അത് മാത്രമല്ലാണ്ട് ഇരുട്ടുമായിട്ടുണ്ട് കേസ്. ഇതൊക്കെ ഒരു നല്ലൊരു ടൈമാണ് ക്യാമ്പ് അടിക്കാൻ പറ്റുന്നത്. ഇവിടെ നല്ലൊരു സ്പേസ് നോക്കണം കേസ് നമ്മൾ എന്തായാലും ക്യാമ്പ് അടിക്കാൻ. അല്ലെങ്കിൽ മൃഗങ്ങളുള്ള സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കേസ് ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും കൂടിയിട്ട് ഇതാ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു കേസ്. ഓക്കെ ക്യാമ്പൊക്കെ അടിച്ച് ബോറടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞാൽ നമുക്ക് ഒളിച്ചളി കളിച്ചാലോ. അങ്ങനെ നേരെ ഒളിച്ചളി കളിക്കാൻ തീരുമാനിച്ചു കേസ്. ഞാനാണ് എണ്ണുന്നത്, 3 പേര് ഓടുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് 3 പേരും പല വഴിയിലാണ് കേസ് ഓടിയിട്ടുള്ളത്. ഓക്കെ കേസ് ഞാൻ എന്തായാലും എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. അവർ ഏത് വായലാണ് ഒളിച്ചിരിക്കുന്നത് എനിക്ക് പോലും അറിയില്ല. ഈ ഒരു ജുറാസിക് പാർക്ക് മൊത്തം കറങ്ങേണ്ടി വരുന്നതാണ് കേസ് എനിക്ക് തോന്നണേ. കാരണം അത്യാവശ്യം മരങ്ങളുണ്ട് കേസ് ഇവിടെ. അതിന്റെ ബാക്കിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ഒളിക്കാം. നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് എന്തായാലും കണ്ടുപിടിക്കണം കേസ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഗേസ് ഈ മരത്തിന്റെ ഇടയിൽ ആരോ കണ്ടോ? ഓക്കെ ഗേസ് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നേക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗേസ്. ബാക്കി 2 പേരുണ്ട്, ഇവരെങ്കിലും കണ്ടുപിടിക്കണം. പിന്നെ ഒരു കാര്യം ഗേസ്, ഇത്രയും നടന്നിട്ട് മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ആരോ എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗേസ്. ഓക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി കണ്ടുപിടിക്കാനുള്ളൂ ഗൈസ്. അവൻ എവിടെ പോയി കെടുക്കുകയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഗേസ്. ഞാൻ കുറേ തപ്പി ഇവിടെ. ഓക്കെ ഗൈസ് ആ മരത്തിന്റെ ഇടയിൽ നമുക്കൊരു നിഴല് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഗൈസ്? എനിക്ക് തോന്നുന്നു ഗൈസ് അവനെ കണ്ടുപിടിച്ചെന്നാണ്. അവനെയും കൂടിയും കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ ഗൈസ്. അവനാണോ ഗൈസ്? എന്റെ പൊന്നെ ഗൈസ്, ഇത് നമ്മുടെ സ്ലെൻഡർമാൻ അല്ലേ? അയ്യോ ഗൈസ് ഓടിക്കോ പെട്ട് ഗൈസ്, പെട്ട് സ്ലെൻഡർമാൻ ആണ് ഗൈസ് അവിടെ നിൽക്കുന്നത്. ഞാൻ ആ കണ്ട കാര്യം എന്റെ കൂട്ടുകാരന്മാരോട് പറയാണ്. ബട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഗൈസ്, എന്റെ ഒരു കൂട്ടുകാരനെ കാണാനില്ല എന്നല്ല ഗൈസ്. അമ്മ അവനെ ഒളിച്ചുകളിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അവനെ കിട്ടാൻ എന്ത് ചെയ്യും ഗൈസ്? അവിടെയാണെങ്കിൽ ആകെ പ്രശ്നമായി എടുക്കണം. സ്ലെൻഡർമാനൊക്കെ വന്നിട്ട് ജുറാസിക് പാർക്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ ആ കൂട്ടുകാരനെ കിട്ടാണ്ട് നമ്മ എങ്ങനെ രക്ഷപ്പെടും ഗൈസ്? ഓ മൈ ഗൈസ് അവൻ ഓടി വന്നിട്ടുണ്ട്. എന്റെ മോനെ നിന്നെ കാണാണ്ട് ഞങ്ങൾ എത്ര അന്വേഷിച്ചായോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ജുറാസിക് പാർക്കിൽ നിന്ന് രക്ഷപ്പെടാം. ഓ മൈ ഗൈസ് ആകെ പേടിച്ച് വിറച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വീട്ടിൽ പോണം. കാരണം അത്രയും ഞാൻ പ്രതീക്ഷിച്ചത് എന്താണ്, ജുറാസിക് പാർക്ക് അല്ലേ, എന്തായാലും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ബട്ട് നമ്മൾ മൃഗങ്ങളല്ല ഗൈസ് കണ്ടത്, സ്ലെൻഡർമാനെയാണ് കണ്ടത്. ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വീട്ടിലിറക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിയത്തെ ഏകദേശം പെട്രോളൊക്കെ തീരാറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കാൻ കൊടുക്കാം ഗൈസ്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഗൈസ്. ജുറാസിക് പാർക്കിൽ കണ്ടാ എന്റെ പൊന്നെ ഗൈസ്, നമ്മ ആ മരത്തിന്റെ ചോട്ടി കണ്ട സ്ലെൻഡർമാനല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ചു നേരം കൂടി നിക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഗൈസ് ഞാൻ എന്തായാലും മൊത്തം ധൈര്യം എടുത്തിട്ട് ഞാൻ ജുറാസിക് പാർക്കിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാരാണ് ഗൈസ് അവിടെ? എന്റെ പൊന്നു ഗൈസ് ഇതാരാണിത്? എന്റെ പൊന്നു ഗൈസ് എനിക്ക് ആ സാധനം. എന്റെ പൊന്നു നമുക്ക് എന്തായാലും പതുക്കെ വിട്ടാലോ ഗൈസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്ലെൻഡർമാന്റെ ഗേൾ ക്യാരക്ടറാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഗൈസ്. ഇത് കുറച്ച് പണിയാണ്. അവിടെ എന്താണ് ഗൈസ് ഒരു കൈ കാണുന്നത്? എന്റെ പൊന്നെ നമ്മളാ പെട്രോൾ അടിക്കുമ്പോ കണ്ട സ്ലെൻഡർമാൻ അല്ലേ ഗൈസ് ഇത്? അയ്യോ ഗൈസ് ഇങ്ങോട്ട് നടന്നു വരെ. അയ്യോ